യുവ ചേപ്പറമ്പ് സംഘടിപ്പിക്കുന്ന 5ാമത് യുവ നാടകോത്സവം ചേപ്പറമ്പിൽ ആരംഭിച്ചു. 1 മുതൽ 4 വരെയാണ് നാടകോത്സവം നടക്കുക. നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത നാടക സംവിധായകൻ ജയൻ തിരുമന നിർവഹിച്ചു. ഞങ്ങൾ നാടകക്കാരുടെ ഭാഷയിൽ നിങ്ങൾ ഇങ്ങനെ വാതോരാതെ പറയരുത്, നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു തരൂ, ഡോണ്ട് ടെൽ us but show us. നിങ്ങൾ പറയരുത്, പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത്, മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രകടന പത്രികകളിലൂടെ വിളിച്ചു കൂവരുത്, പറയുന്നതിൻ്റെ 10-1 നിങ്ങൾ ചെയ്ത് കാണിക്കൂ എന്ന് ലോകത്തോട് പറയുന്ന ഒരു കലയിലെ, ഒരു നാടക കലയിലെ ഒരു ശിശുവാണ് ഞാൻ. നാടക ലോകം ഏറെ സമൃദ്ധമാണ്. ഞാനിന്ന് ഏകദേശം കേരളത്തിലെ 10ഓളം നാടക മേളകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 3 ജില്ലകളിൽ കലോത്സവങ്ങളിൽ വിധികർത്താവായി ഇരുന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ കാണുന്നത് നാടകമെന്ന മഹത്തായ കലയിലേക്ക്, കലയുടെ ആസ്വാദനത്തിന് വേണ്ടി പ്രേക്ഷകർ ഒത്തുകൂടുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ലോകത്ത് മനുഷ്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന കാലമുള്ളിടത്തോളം കാലം അവരുടെ ദുഃഖം എൻ്റെ ദുഃഖമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഉള്ളിടത്തോളം കാലം നാടകം കാണാൻ ആളുണ്ടാവും, ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളമുള്ള കുട്ടികളുടെ നാടകങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രകാശ് ടാക്കീസ് എന്നുള്ള നാടകം അവർ അവതരിപ്പിച്ചപ്പോൾ ഒരു പഴയകാലത്തെ ടാക്കീസ് കാണിച്ചുകൊണ്ട് ആ ടാക്കീസിൻ്റെ പ്രേക്ഷകരിലൂടെ സിനിമ കാണാൻ വരുന്നവരുടെ മാറ്റത്തിനനുസരിച്ച് സമൂഹത്തിൻ്റെ പരിച്ഛേദം എഴുതി കാണിക്കുകയാണ് കുട്ടികൾ. നാടകം ഒരുപാട് മാറുന്നു. നാടകം വീട്ടുമുറ്റത്തെ കഥകളിൽ നിന്ന്, കുടുംബ ബന്ധങ്ങളുടെ കഥകളിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കാൻ തുടങ്ങുന്നു. FZ നാടകങ്ങളൊക്കെ വന്നു തുടങ്ങുന്നു. ജനങ്ങളത് ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. കേരളത്തിൽ ഇന്ന് വരെ ലക്ഷണമൊത്ത ഒരു തിയേറ്റർ പോലും ഇല്ല നാടകം കളിക്കാൻ. ഭയമാണ് നാടകക്കാരനെ എല്ലാവർക്കും. എക്കാലത്തും ഭരണകൂടങ്ങൾ ഭയപ്പെടുന്ന കലയുടെ പേരാണ് നാടകം. നഗസാക്കിയിലെയും ഹിരോഷിമയിലെയും വയലേലകളിൽ ബോംബിട്ട് തകർത്ത് അവിടുത്തെ മനുഷ്യൻ പട്ടിണി പാവങ്ങൾ ദുരിതത്തിലും പട്ടിണിയിലുമായിട്ടും രോഗങ്ങൾ കൊണ്ട് നരകിച്ചിട്ടും എല്ലാ കലകളും ആദ്യം നശിക്കുന്നത് കലകളാണ്. മനുഷ്യന്റെ ക എന്ന അക്ഷരത്തിന്റെ അർത്ഥം എന്തിൽ തുടങ്ങുന്നു എന്നും ല എന്ന അക്ഷരത്തിന്റെ അർത്ഥം എന്തിൽ അവസാനിക്കുന്നുവെന്നാണ്. ആദിമധ്യാന്തങ്ങളുടെ കൂട്ടിവായനയാണ് കല എന്നാണ് ഋഷീശ്വരന്മാരും മുനിമാരും പണ്ടുള്ളവരും പറഞ്ഞിരിക്കുന്നത്. യുദ്ധമുണ്ടായാൽ ആദ്യം നശിക്കുന്നത് കലയാണ്. എന്തും ആദ്യം മനുഷ്യന്റെ സ്വപ്നങ്ങളെയാണ് നശിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബിട്ട് തകർത്തപ്പോൾ അവിടുത്തെ ജനങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് എല്ലാവരും ഉറപ്പാക്കിയപ്പോൾ അവിടെ മുളച്ച ആദ്യത്തെ കലയുടെ നാമ്പിന്റെ പേരാണ് നാടകം. കെ ഷിബു സ്വാഗതവും PP പ്രസാദ് അധ്യക്ഷതയും വഹിച്ചു. സുധീഷ് മാസ്റ്റർ, അശ്വിൻ രമേശൻ, വിജേഷ് വടക്കിൽ, A സഹദേവൻ, വിജയൻ കരുവാത്ത് എന്നിവർ സംസാരിച്ചു. ചാരിറ്റി പ്രവർത്തനം ലക്ഷ്യമാക്കിയാണ് യുവ ചേപ്പറമ്പ് 5ാമതും നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ദിവസം തിരുവനന്തപുരം ശ്രീനന്ദയുടെ യാനം എന്ന പ്രൊഫഷണൽ നാടകവും അരങ്ങിലെത്തി. ആരുണ്ടാ